ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ സംഘം സത്തുക്കളോടൊത്തിഹ വരണമഹോ ലോകമാതേ സദാ ദുസ്സംഗം കൂടാതെ ജീവിപ്പതിനു കഴിയണം നിൻ കൃപാവായ്പിനാലേ ഭംഗം കൂടാതെ യജ്ഞർക്കു ഉപകൃതി സതതം ചെയ്യുവാൻ തോന്നിടേണം. ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ ഭാഗങ്ങളിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധം 25-ാമത്തെ അധ്യായം ഹരിശ്ചന്ദ്രചരിതമാണ് നമ്മൾ അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. ഇതിനു മുമ്പ് ശ്മശാനത്തിൽ ദുഃഖമനുഭവിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള രാജാ ഹരിശ്ചന്ദ്രൻ്റെ ഭാഗത്തെയാണ് അവിടെ പറഞ്ഞിരുന്നത്. എങ്കിൽ എപ്പോഴിതാ വർണ്ണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പത്നി അനുഭവിക്കുന്ന ദുഃഖത്തെയാണ്. ഒരു നിമിഷ നേരം ചിന്തിച്ചാൽ ചിലപ്പോൾ നമ്മൾ ആലോചിച്ചു പോവും, ഇത്രയും ക്രൂരന്മാരായിട്ടുള്ള ഒരു മനുഷ്യരെ ലോകത്തുണ്ടാവുമോ? അതും പ്രത്യേകിച്ച് ഒരു ബ്രാഹ്മണനായിട്ട്. തിദിക്ഷ, കരുണ, മൈത്രി ഭാവങ്ങളൊക്കെ ഉള്ളവരായിരിക്കണം ബ്രാഹ്മണരെ എന്നല്ലേ വേദവും ശാസ്ത്രവും പറയുന്നത്. അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണൻ ഒരു ചണ്ടാളനേക്കാൾ ക്രൂരനായിട്ട് പ്രവർത്തിക്കാൻ പാടുണ്ടോ? എന്തൊക്കെ തന്നെ ശുൽക്കം കൊടുത്ത് മേടിച്ച, ധനം കൊടുത്ത് മേടിച്ച ഒരു ദാസിയാണ് എന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ, ഏകനായിട്ടുള്ള ഒരു പുത്രൻ പാമ്പ് കടിച്ച് മരിച്ചു കിടക്കുകയാണ്. ആ പുത്രനെ ഒന്ന് കണ്ടുവരണം എന്ന് അപേക്ഷിക്കുന്നതായിട്ടുള്ള ആ അമ്മയോട് ഇത്രയും ക്രൂരമായിട്ട് സംസാരിക്കുക. എണീറ്റ് വീട്ടിലെ ജോലികൾ ചെയ്യണമില്ലെങ്കിൽ ചാട്ടവാറ് കൊണ്ട് അടിക്കും, ഞാൻ തന്നെ ശിക്ഷിക്കും എന്നൊക്കെ തരത്തിലൊക്കെ സംസാരിക്കുക. ഇത്രയും ക്രൂരൻ ആയിട്ടൊരു ബ്രാഹ്മണന് തീരാൻ കഴിയുമോ? മനസ്സുണ്ടാവുമോ? നമ്മുടെ ഉള്ളിലൊക്കെ വരുന്നൊരു ചോദ്യമാണതല്ലേ. ഇനി ആ ക്രൂരം കാരണം ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുള്ള പട്ടമഹർഷിയൊക്കെ ആയിട്ടുള്ള രാജ്ഞിയായിട്ടുള്ള ആ മാതാവിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരമ്മയുടെ മനസ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭർത്താവ് എവിടെയാണ് എന്നറിയില്ല, ദാസ്യവൃത്തിയാണ് ചെയ്യുന്നത്, അതും ദുഷ്ടനായിട്ടുള്ള ഒരു യജമാനൻ്റെ ഗൃഹത്തിൽ. ഏക ആശ്രയം, മനസ്സിന് ഒരല്പം, ഒരു പൊടിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, സമാധാനം ഉണ്ടെങ്കിൽ തൻ്റെ ഉണ്ണി കൂടെയുണ്ട്. ഭർത്താവില്ലാത്ത ഈ സന്ദർഭത്തിൽ ഇപ്പതാ ഉണ്ണിയും പാമ്പ് കടിയേറ്റ് മരിച്ചിരിക്കണോ എന്ന ദുഃഖവാർത്തയാണ് അറിഞ്ഞിരിക്കുന്നത്. ആ ഉണ്ണിയുടെ സഹായവും ഇല്ലാതെ കണ്ടായിരിക്കണു. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ത്രീ ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു മാനസികാവസ്ഥ വാസ്തവത്തിൽ പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണത്, അല്ലേ? ഇത്തരത്തിൽ ക്രൂരനായിട്ട് സംസാരിച്ച ആ ബ്രാഹ്മണൻ്റെ കാലുകളെ പിടിച്ചുകൊണ്ട് വീണ്ടും ആ അമ്മ കേഴുകയാണ്. ഗൃഹജോലികളൊക്കെ ഞാനിതാ പെട്ടെന്ന് ചെയ്യാം. സേവനങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടെങ്കിലും എന്നെ ഒന്ന് പോകാൻ അനുവദിക്കണം എന്ന് താഴ്ന്ന് അപേക്ഷിച്ചു. ശരി എന്ന് പറഞ്ഞപ്പോഴേ ആ ജോലികളെല്ലാം ചെയ്യാൻ തുടങ്ങി. ആ ഗൃഹത്തിലെ എല്ലാ ജോലികളെല്ലാം ചെയ്ത് വന്നപ്പോഴേക്കും അർദ്ധരാത്രിയായി എന്നാണ് പറയണത്.
അർദ്ധരാത്രിയായപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, വേണമെങ്കിൽ ഇപ്പോൾ മകൻ്റെ അടുത്തേക്ക് പോയിക്കോ, അവൻ്റെ ശവദാഹവും മറ്റും നടത്തിയിട്ട് വേഗം വെളിച്ചമാവുന്നതിന് മുമ്പ് തിരിച്ചെത്തണം എന്നാണ് ആജ്ഞാപിക്കുന്നത്. വീട്ടിലെ ജോലികൾക്കൊന്നും രാവിലെ മുടക്കമുണ്ടാവരുത് എന്ന് കൽപ്പിച്ചു. എന്തായാലും അങ്ങനെ ആ അമ്മ പാവം അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ദുഃഖമടക്കാനാവാതെ കിടാവ് മരിച്ചുപോയ ഒരു പശുവിനെ പോലെ മരിച്ചു കിടക്കുന്ന തൻ്റെ പുത്രൻ്റെ അടുത്തേക്കാണ് മാതാവ് പോയത്. കാശി നഗരത്തിൻ്റെ പുറത്തേക്ക് വന്നു. വിറകിൻ്റെയും ദർഭപ്പുല്ലിൻ്റെയും കെട്ടിനു മുകളിലായി മരിച്ച് കിടക്കുന്നതായിട്ടുള്ള സ്വന്തം മകനെ തേടി കണ്ടെത്തി. അടക്കാനാവാത്ത ശോകത്താൽ വാവിട്ട് കരഞ്ഞു. മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിലാപിക്കുകയാണ് ഓരോന്നും പറഞ്ഞുകൊണ്ട്. ബോധം ഇടയ്ക്ക് പോവണു, ഇടയ്ക്ക് വരണു. അങ്ങനെ ബോധം വീണ്ടു കിട്ടിയപ്പോൾ കൈകളെ കൊണ്ട കുഞ്ഞിനെ മുറുകെ പുണർന്നു. അവൻ്റെ മുഖത്തോട് മുഖം ചേർത്ത് കരയാൻ തുടങ്ങി. കൈകളെ കൊണ്ട് വയറ്റത്തും തലയ്ക്കുമൊക്കെ അടിച്ചു. എൻ്റെ ഉണ്ണി, എൻ്റെ ഉണ്ണി എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ചു. ഭർത്താവിനെ സ്മരിച്ചു. ഹേ രാജൻ, അങ്ങെവിടെയാ പോയിരിക്കുന്നത്? സ്വന്തം മകൻ മരിച്ചു കിടക്കുകയാണ്. അങ്ങയുടെ പ്രാണനേക്കാൾ അങ്ങയ്ക്ക് ഇഷ്ടപ്പെട്ട പുത്രനല്ലേ ഇവൻ. ഇവനെ ഒന്ന് വന്ന് കാണട്ടെ അങ്ങയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കരഞ്ഞ് വീണ്ടും മൂർച്ഛിതയായി എന്നാ പറയണത്. വീണ്ടും ബോധം വന്നപ്പോൾ ഉണർന്നു. കരഞ്ഞുകൊണ്ട് പുലമ്പി. കുറ്റാക്കുറ്റിരുട്ടാണ്. പല ഭാഗത്തു നിന്നും കുറുനരികളുടെയും മറ്റുമൊക്കെ ദീനരോധനങ്ങൾ ഉളയിടുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ വിലപിച്ച് മകനെ പല പ്രാവശ്യം വിളിച്ചു. എണീക്കാനായിക്കൊണ്ട് എന്നോട് സംസാരിക്കൂ ഉണ്ണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിൻ്റെ അമ്മയാ വിളിക്കുന്നത്. നാട് വിട്ടിട്ടും രാജ്യം വിട്ടിട്ടും ഭർത്താവ് വിറ്റിട്ടും മകനെ വേലക്കാരായിട്ടും ഞാനിതാ ജീവിക്കുന്നത് നിന്നെ കണ്ടുകൊണ്ട് മാത്രമാണ്. നീ ജനിച്ച സമയത്തിൽ ബ്രാഹ്മണരൊക്കെ വന്ന് നിൻ്റെ യശസ്സിനെ പറ്റിയൊക്കെ പലതും പറയാറുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കേട്ടതാണ്. അതൊക്കെ വ്യർത്ഥമായോ? നിനക്ക് ദീർഘായുസ്സാണ്, ചക്രവർത്തിയാകും. ധാരാളം പുത്രന്മാരൊക്കെ നിനക്ക് ജനിക്കും, ശൂരനാവും, ദാനശീലനാവും എന്നൊക്കെ അന്ന് ആ ബ്രാഹ്മണരും ഗുരുജനങ്ങളും ഒക്കെ ജനിച്ച സമയത്ത് ജാതകർമ്മം ചെയ്തപ്പോൾ പറയുണ്ടായി. അതൊക്കെ ഇനിയിപ്പോൾ എന്താ? അതൊക്കെ വ്യർത്ഥമായോ? ഇപ്പം ഉണ്ണിയല്ലേ മരിച്ചു കിടക്കണത്. മാതാപിതാക്കന്മാർക്ക് പ്രിയം ചെയ്യുന്നവനായിരിക്കും, സത്യവാദിയായിരിക്കും എന്നൊക്കെ അവർ പറഞ്ഞുല്ലോ. ആ വാക്കുകളൊക്കെ ഇപ്പോൾ അസത്യമായി ഭവിച്ചുവല്ലോ. എന്നൊക്കെ പറഞ്ഞ് ആ പുത്രനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിലപിക്കുകയാണ് അമ്മ. ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ തുടർന്നു കൊണ്ടുപോകാം. സമയം കഴിഞ്ഞിരിക്കാൽ ഇന്നിവിടെ തന്നെ അവസാനിപ്പിക്കുന്നു.
മഹാദേവ്യൈ നമഃ.